ആചാരപ്പെരുമയോടെ എരുമേലി പേട്ടതുള്ളിലിൽ ആനന്ദ നൃത്തമാടി ഭക്തസഹസ്രങ്ങൾ. അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ ആരംഭിച്ചു. സമൂഹ പിരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളിൽ. ശ്രീകൃഷ്ണപെരുന്ത് മാനത്ത് 3 തവണ വട്ടമിട്ട് പറന്നതോടെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളിൽ ആരംഭിച്ചു. ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളിൽ വൈകിട്ടോടെ പൂർത്തിയാകും. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മാനത്ത് ശ്രീകൃഷ്ണപെരുന്ത് വട്ടമിട്ട് പറഞ്ഞതോടുകൂടി അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലിന് സമാരംഭമായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ശരണമന്ത്രം മുഖരിതമായി എരുമേലി നഗരം മാറിയപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ഭക്തരും എത്തിയ കാഴ്ചയായി മാറി. എരുമേലിയിൽ പേട്ടതുള്ളലിന് തുടക്കം കുറിച്ചുകൊണ്ട് അമ്പലപ്പുഴ സംഘം ഭഗവാന്റെ മാതൃസ്ഥാനീയർ തിടമ്പ് ഏറ്റുവാങ്ങി ചടങ്ങുകൾ പൂർത്തിയാക്കി കൊച്ചമ്പലത്തിൽ നിന്നും പുറപ്പെടാൻ തയ്യാറായപ്പോൾ മാനത്ത് ശ്രീകൃഷ്ണപെരുന്ത് ഭഗവത് അനുവാദം നൽകിക്കൊണ്ട് ഭഗവത് ചൈതന്യമായി വട്ടമിട്ട് പറന്നു. തുടർന്ന് ഗജവീരന്റെ ശിരസിൽ തിടമ്പേറ്റി കൊച്ചമ്പലത്തിൽ നിന്നും പൂജിച്ച തിടമ്പേറ്റി അമ്പലപ്പുഴ സംഘത്തിന്റെ പെരിയോർ സമൂഹ പെരിയോർ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള 250 അംഗ സംഘം പേട്ടതുള്ളി കൊച്ചമ്പലത്തിൽ നിന്നും എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് നീങ്ങി. അത് കർണാഭമായിട്ടുള്ള നയന മനോഹരമായിട്ടുള്ള കാഴ്ചയായി മാറുമ്പോൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ചെണ്ടമേളങ്ങൾ നാദവിസ്മയം തീർക്കുമ്പോൾ അത് ആനന്ദ നിർവൃത്തിയിൽ ഭക്തർ എത്തുന്ന ഒരു കാഴ്ചയായിട്ട് മാറുകയായിരുന്നു. അങ്ങനെ ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും എല്ലാം ഭാഗമായിട്ടുള്ള മഹർഷി നിഗ്രഹത്തിന്റെ സന്തോഷ പൂർത്തീകരണത്തിന്റെ ഓർമ്മ പുതുക്കലായി ഭഗവാൻ മഹർഷി നിഗ്രഹം നടത്തിയതിനു ശേഷം സന്തോഷ നിർവൃത്തിയിലെത്തിയതിന്റെ ഓർമ്മ പുതുക്കലായി എരുമേലിയിലെ പേട്ടതുള്ളലിന്റെ ഈ ഒരു സുദിനം മാറുകയായിരുന്നു. ഇനി ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ അതും ഉച്ചയ്ക്ക് ശേഷമാണ് ഭഗവാന്റെ മാതൃസ്ഥാനീയരായിട്ടുള്ള ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ നടക്കുന്നത്. 2 സംഘങ്ങളും ഇന്ന് എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂജകൾ മറ്റു ചടങ്ങുകൾ അനുബന്ധ ചടങ്ങുകൾ എല്ലാം പൂർത്തിയാക്കി പമ്പയിലേക്ക് പോവുകയും ആചാരപരമായി മലയിറങ്ങി സന്നിധാനത്തെത്തി ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി ഈ പേട്ടതുള്ളലിനോടനുബന്ധിച്ചുള്ള ആ ഐതിഹ്യ പെരുമയുടെ പാരമ്പര്യത്തിന്റെ ചടങ്ങുകൾക്ക് പൂർത്തീകരണമാവുകയും ചെയ്യും. എന്തെങ്കിലും വലിയ തിരക്കാണ് ഇന്ന് എരുമേലിയിൽ അനുഭവപ്പെട്ടത്. ഇന്ന് പകൽ മുഴുവൻ പുലർച്ചെ മുതലുള്ള സമയത്ത് ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് എരുമേലിയിൽ അനുഭവപ്പെട്ടു. ശബരിമല തീർത്ഥാടകർ ഒപ്പം തന്നെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയിരിക്കുന്ന ഭക്തരെല്ലാം എരുമേലിയിൽ തമ്പടിച്ചപ്പോൾ അത് ഭക്തജന സഞ്ചയമായി മാറിയ ഭക്തജന നിബിഡമായി എരുമേലി നഗരം മാറിയ കാഴ്ചയാണ് കണ്ടത്. എന്തെങ്കിലും ആനന്ദ നിർവൃത്തിയിൽ ഭക്തർ ആറാടിയ ആനന്ദ നൃത്ത ചുവടുകളുമായി ഭക്തർ എരുമേലി നഗരത്തിലേക്ക് എത്തിയപ്പോൾ അത് ഏറ്റവും പാരമ്പര്യം പതിറ്റാണ്ടുകൾ പിന്തുടർന്നു വരുന്ന ആ പാരമ്പര്യം അത് പുതിയ തലമുറയും കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും പ്രായഭേദമന്യേ എല്ലാവരും ചേർന്നുള്ള ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എരുമേലി നഗരം ഈ പുണ്യഭൂമി ശബരിമല തീർത്ഥാടനത്തിന്റെ കവാടം എത്തിയ ഒരു കാഴ്ചയായി മാറുകയായിരുന്നു. എരുമേലിയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം മിഥുൻ മുരളി.